അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പവർ ഇലക്ട്രോണിക്സിലെ 2 ടൈപ്പ് സ്വിച്ചിനെ കുറിച്ചായിരുന്നു. എന്താണ് ഐഡിയൽ സ്വിച്ച്, അതുപോലെ തന്നെ നമ്മൾ പിന്നെ പറഞ്ഞത് പ്രാക്ടിക്കൽ സ്വിച്ച്, പിന്നെ അതിനകത്ത് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസസ്, കണ്ടക്ഷൻ ലോസ്, ബ്ലോക്കിംഗ് ലോസ്, ലീക്കേജ് കറന്റ്, അതുപോലെ തന്നെ ഫോർവേഡ് കണ്ടക്ഷൻ ഡ്രോപ്പ്, പിന്നെ അതിന്റെ സേഫ് ഓപ്പറേറ്റിംഗ് റീജിയൻസ്. ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. പിന്നെ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് SCR അല്ലെങ്കിൽ തൈറിസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഓരോരോ സ്വിച്ചുകൾ പഠിക്കാനുണ്ട്. നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, എന്തെങ്കിലും അഡീഷണൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഫസ്റ്റ് പവർ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ഈസ് തൈറിസ്റ്റർ. തൈറിസ്റ്റർ ആണ് നമ്മൾ ആദ്യമേ പവർ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്നത് ആയിട്ട് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ആദ്യമേ ഈ തൈറിസ്റ്റർ ഫാമിലിയിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇതുപോലെ SCR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ SCRന്റെ ഇതിനകത്ത് നിന്ന് നമ്മൾ മെയിൻ ആയിട്ട് ചോദിക്കുന്ന പോയിന്റ്സ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, തൈറിസ്റ്റർ ഈസ് എ 4 ലെയർ ഡിവൈസ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. തൈറിസ്റ്റർ ഈസ് എ 4 ലെയർ ഡിവൈസ്. അതിനകത്ത് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ 4 ലെയർ ഡിവൈസ് ആണ്. ഇറ്റ് ഹാസ് 3 ജംഗ്ഷൻ, J1, J2 ആൻഡ് J3. നിങ്ങൾ സ്ക്രീനിൽ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ജംഗ്ഷൻസ് കാണാം, J1, J2 ആൻഡ് J3. ആൻഡ് ഈ തൈറിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെമി കണ്ടക്ടർ ഡിവൈസ് ആൻഡ് ഐ ക്യാൻ ഓപ്പറേറ്റ് ഓൺലി ഇൻ ദി സ്വിച്ചിങ് മോഡ്. സ്വിച്ചിങ് മോഡിൽ മാത്രമാണ് ഇത് പ്രോപ്പർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുക. സ്വിച്ചിങ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ ആൻഡ് ഓഫ് സ്റ്റേറ്റ്, ഓൺ ആൻഡ് ഓഫ് ആയിട്ട്. പവർ ഇലക്ട്രോണിക് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ സ്വിച്ചിങ് ഓപ്പറേഷൻസിനാണ്. സോ ഇറ്റ്സ് എ സ്വിച്ചിങ് ഡിവൈസ്. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്വിച്ചിങ് ഡിവൈസ് എന്നുള്ളത് അല്ലെങ്കിൽ സ്വിച്ചിങ് മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. തൈറിസ്റ്റർ ഈസ് എ തൈറിസ്റ്റേഴ്സ് ആർ സെമി കണ്ടക്ടർ ഡിവൈസ് ആൻഡ് that can operate only in the switching mode. ഇനി തൈറിസ്റ്ററിന് എന്തൊക്കെ പോർഷൻസ് ആണ് ഉള്ളത് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ എന്തൊക്കെ ടെർമിനൽസ് ഉണ്ട്. ആ ടെർമിനൽസ് എഴുതാൻ ഞാൻ മറന്നുപോയിട്ടുണ്ട്, അതും കൂടെ നോട്ട് ചെയ്യാം. 4 ലെയർ 3 ജംഗ്ഷൻ 3 ടെർമിനൽ ഡിവൈസ്. 3 ടെർമിനൽസ് ആണുള്ളത്. ഓക്കെ, 3 ടെർമിനൽ ഡിവൈസ്. ആ ടെർമിനൽസ് ഏതൊക്കെയാണ്? ആനോഡ്, കാഥോഡ് ആൻഡ് ഗേറ്റ്. ഇറ്റ്സ് 3 ടെർമിനൽസ്, ആനോഡ്, കാഥോഡ് ആൻഡ് ഗേറ്റ്. ഇനി ഇതിനുള്ളിൽ ഇതിന്റെ സെക്ഷൻ പറയുവാണെങ്കിൽ ഔട്ടർ PN ജംഗ്ഷൻ ആയിട്ടാണ്, PN ലെയർ ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഔട്ടർ P റീജിയൻ ആണ് നമ്മൾ എപ്പോഴും ആനോഡ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഇന്നർ P റീജിയൻ നമ്മൾ ഗേറ്റ് ആയിട്ടാണ് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്, സോറി. ഇന്നർ P റീജിയൻ നമ്മൾ സെലക്ട് ചെയ്യുക ഗേറ്റ് ആയിട്ടാണ്. ഇന്നർ P റീജിയൻ ഈ സെലക്ടഡ് ആസ് ഗേറ്റ്. ഓക്കെ, അപ്പം ഔട്ടർ N റീജിയൻ ആണ് എന്ത് കാഥോഡ് ആയിട്ട് സെലക്ട് ചെയ്യാത് ഇതാണ്. അപ്പൊ ഇത് ചോദിച്ചിട്ടുണ്ട്, ഔട്ടർ P റീജിയൻ ആണോ ഇന്നർ P റീജിയൻ ആണോ ഗേറ്റ് ടെർമിനൽ ആയിട്ട് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഡിപ്ലോമ ലെവൽ ക്വസ്റ്റൻ ആയിട്ടാണ് എങ്ങാണ്ട് PWDയിൽ എങ്ങാണ്ട് ഇലക്ട്രിക്കലുകാരുടെ ഡിപ്ലോമ ലെവലിൽ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, കാരണം നിങ്ങൾക്ക് പവർ ഇലക്ട്രോണിക്സ് സൈഡിൽ നിന്ന് വരുമ്പോൾ അത്രയും കടുത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലെവൽ കൂട്ടിയ ക്വസ്റ്റ്യൻ ഇടണ്ടെന്നുള്ളൊരു വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഔട്ടർ P റീജിയൻ ഓഫ് SCR or thyristor is selected as anode. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ സ്വിച്ച് ആണ്, ഐഡിയൽ സ്വിച്ച് അല്ല. അപ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? ഹീറ്റ് ലോസസ് ഉണ്ടാവും. ഹീറ്റ് ലോസസ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? വി ക്യാൻ റെഡ്യൂസ് ദ ഹീറ്റ് ലോസസ് ബൈ യൂസിങ് ഹീറ്റ് സിങ്ക്സ്. ഹീറ്റ് സിങ്ക്സ് ആർ യൂസ് ഫോർ ബെറ്റർ കൂളിംഗ്. ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്, ഇറ്റ്സ് എ യൂണി ഡയറക്ഷണൽ ഡിവൈസ്. ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇതിനകത്ത് കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. യൂണി ഡയറക്ഷണൽ ഡിവൈസ്. നമ്മുടെ ഡയോഡ് പോലെ തന്നെയാണ് ആക്ട് ചെയ്യുക. PN റീജിയൻ ഉണ്ടെങ്കിലും എപ്പോഴും കറണ്ട് ഫ്ലോ എങ്ങനെയായിരിക്കും? ആനോഡ് ടു കാഥോഡ് ഡയറക്ഷനിൽ മാത്രമേ ഇതിനകത്ത് കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. തിരിച്ച് കാഥോഡ് ടു ആനോഡ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഇറ്റ്സ് എ യൂണി ഡയറക്ഷണൽ ഡിവൈസ്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആക്ച്വലി ദിസ് ഇസ് എ കറന്റ് കൺട്രോൾഡ് ഡിവൈസ്. കറന്റ് കൺട്രോൾഡ് ഡിവൈസ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻസ് ഓൺ ആൻഡ് ഓഫ് ആർ കൺട്രോൾഡ് ബൈ കറന്റിന്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ കറന്റിന്റെ ഒരു പർട്ടിക്കുലർ ലിമിറ്റിലാണ് നമ്മൾ ഇതിന്റെ ഓൺ ഓഫ് കൺട്രോൾ ചെയ്യുക, ഫുൾ കൺട്രോൾ ചെയ്യുക. ഓക്കെ, സോ ദീസ് തൈറിസ്റ്റേഴ്സ്. അപ്പോൾ തൈറിസ്റ്റർ ഫാമിലിയിൽ വരുന്ന മിക്ക ഡിവൈസസും ഇതുപോലെ എന്താണ് കറന്റ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. പക്ഷെ നമ്മൾ മോസ്ഫെറ്റ് ഒക്കെ വരുമ്പോൾ എന്താണ് അത് ട്രാൻസിസ്റ്ററിന്റെ തന്നെ
മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് പറയുന്നത് വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓർത്തിരുന്നാൽ മതി. തൈറോസ്പേസ് കറന്റ് കൺട്രോൾഡ് ഡിവൈസ്, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കറന്റ് കൺട്രോൾഡ് ഡിവൈസ് ഏതാണ്? അതിനകത്ത് നമുക്ക് പല ഓപ്ഷൻസ് വന്നപ്പം SCR എന്ന് പറയുന്നത് കറന്റ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. അപ്പൊ നമ്മൾ എല്ലാ ഡിവൈസും പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് പറയാം ഓരോ ഡിവൈസ്. ഇപ്പൊ ഫസ്റ്റ് ഇതിനകത്ത് സ്വിച്ച് ആയിട്ടുള്ള തൈറോസ്പർ അല്ലെങ്കിൽ SCR എന്ന് പറയുന്നത് ഇറ്റ്സ് എ കറന്റ് കൺട്രോൾഡ് ഡിവൈസ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് നോട്ട് ചെയ്യുക. Thyrosphere is a 4-layer semiconductor device. It has 3 junctions, 3 terminals. It's a switching device and current operated device. അതുപോലെ എന്താണ് ഇതൊരു ബൈസ്റ്റേബിൾ സ്വിച്ച് ആണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. മോണോസ്റ്റേബിൾ സ്വിച്ച് ആണോ ബൈസ്റ്റേബിൾ സ്വിച്ച് ആണോ എന്ന്. ഇറ്റ്സ് ബൈസ്റ്റേബിൾ സ്വിച്ച്. 2 സ്റ്റേബിൾ കണ്ടീഷൻസ് ഉണ്ട്. ഓൺ കണ്ടീഷനും ഉണ്ട്, ഓഫ് കണ്ടീഷനും ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നിങ്ങളിപ്പോ അസ്റ്റേബിളും മോണോസ്റ്റേബിളും മൾട്ടിവൈബ്രേറ്റർ ഒക്കെ പഠിച്ചിട്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ കാണും അല്ലെ. ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് മാത്രമല്ല, ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകാനും ഓട്ടോമാറ്റിക്കലി ഇതിന് പറ്റും. ബൈസ്റ്റേബിൾ സ്വിച്ച് ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് അറ്റ് ഹൈ കറന്റ് ആൻഡ് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ. പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് ഹൈ കറന്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. J1, J2, J3 എന്ന് പറയുന്ന 3 ജംഗ്ഷൻസ് ഉണ്ട്. നമുക്കൊരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല? ഹലോ, സൗണ്ട് കേൾക്കാൻ പറ്റാത്തവരുണ്ടോ? ഇപ്പൊ ഓക്കെ ആണ് മിസ്സേ. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു PN ജംഗ്ഷൻ, ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു PN ജംഗ്ഷൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക? പി ടൈപ്പിൽ ഉള്ള മജോറിറ്റി കാരിയേഴ്സ്, അതുപോലെ തന്നെ N ടൈപ്പിലുള്ള മജോറിറ്റി. നമുക്കറിയാം P ടൈപ്പിലാണെങ്കിൽ എന്താണ് ഹോൾസ് ഉണ്ട്, N ടൈപ്പിലാണെങ്കിൽ ഇലക്ട്രോൺസ് ഉണ്ട്. അത് ഡിപ്ലീഷൻ റീജിയൻ അത് അതിന്റെ ജംഗ്ഷനിലേക്ക് വന്ന് കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ഇനി ആ ഡിപ്ലീഷൻ റീജിയനിലേക്ക് ഈ മജോറിറ്റി കാരിയേഴ്സിനെ നമ്മൾ മൂവ് ചെയ്യിക്കാവുന്ന രീതിയിലുള്ള എനർജി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ് ആ ഡിപ്ലീഷൻ റീജിയനിലേക്ക് വന്നിട്ട് ഈ മജോറിറ്റി കാരിയേഴ്സ് കമ്പൈൻ ചെയ്ത് അവിടെ ഒരു ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ഈ PN ജംഗ്ഷൻ ഓരോ PN ജംഗ്ഷനിലും ഇതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ആനോഡിൽ പോസിറ്റീവ് സപ്ലൈയും കാഥോഡിൽ നെഗറ്റീവ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. ആനോഡിൽ പോസിറ്റീവ് സപ്ലൈയും കാഥോഡിൽ നെഗറ്റീവ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പൊ PN ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി എന്താണ് അപ്ലൈ ചെയ്യുന്നത്? PN ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്യാൻ വേണ്ടി ഡയോഡിന്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് P ടൈപ്പ് മെറ്റീരിയലിലേക്ക് നമ്മൾ പോസിറ്റീവ് സപ്ലൈയും N ടൈപ്പ് മെറ്റീരിയലിലേക്ക് നമ്മൾ നെഗറ്റീവ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. അതേ കാര്യം തന്നെ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. P ടൈപ്പ് മെറ്റീരിയലിലേക്ക് നമ്മൾ പോസിറ്റീവ് സപ്ലൈ കൊടുക്കുന്നു, N ടൈപ്പ് മെറ്റീരിയലിലേക്ക് നമ്മൾ നെഗറ്റീവ് സപ്ലൈ കൊടുക്കുന്നു. അപ്പൊ ആ രീതിയിൽ ഇവിടെ നമ്മൾ കഴിഞ്ഞാൽ ജംഗ്ഷൻ J1 നമ്മൾ ട്രീറ്റ് ചെയ്യുക. ജംഗ്ഷൻ J1 ട്രീറ്റ് ചെയ്യുമ്പോൾ ജംഗ്ഷൻ J1 നോക്കുമ്പോൾ അപ്പർ ലെയർ P ഈസ് മോർ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ലോവർ ലെയർ N അല്ലെ. അപ്പൊ ജംഗ്ഷൻ J1 എങ്ങനെയായിരിക്കും? J1 ഈസ് ഇൻ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. ആനോഡ് പോസിറ്റീവും കാഥോഡിൽ നമ്മൾ നെഗറ്റീവ് സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് ജംഗ്ഷൻ J2 നോക്കുവാണെങ്കിൽ J2 ജംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ P എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ P എന്ന് പറയുന്ന ലെയറിലേക്ക് നെഗറ്റീവ് സപ്ലൈ ആണ്, അല്ലെങ്കിൽ കാഥോഡിനോട് അടുത്താണ് P ഇരിക്കുന്നത്. N എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആനോഡിനടുത്താണ്. അപ്പൊ എന്ത് പറ്റും? ആ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലാണോ? അല്ല. ജംഗ്ഷൻ J2 ഈസ് ഇൻ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ. N-ലേക്ക് പോസിറ്റീവ് സപ്ലൈ, P-ലേക്ക് നെഗറ്റീവ് സപ്ലൈ ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ജംഗ്ഷനിലേക്ക് നോക്കുക. അപ്പൊ അവസാനത്തെ 2 ലെയറുകളാണ് വരിക. അപ്പൊ മുകളിലിരിക്കുന്ന അപ്പർ ലെയർ P-യും ലോവർ ലെയർ N-ഉം. ഈ P ലെയർ N-നെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? മോർ പോസിറ്റീവ് ആണ്. അതുപോലെ N ലെയർ P-നെ വെച്ച് നോക്കുമ്പോൾ മോർ നെഗറ്റീവ് ആണ്. അപ്പൊ ജംഗ്ഷൻ J3 എങ്ങനെയായിരിക്കും? J3 ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ. അപ്പൊ നമ്മൾ ഈ വെറുതെ ഇരിക്കുന്ന ഒരു തൈറോസ്റ്ററിലേക്ക് നമ്മൾ പിന്നെ ഗേറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഗേറ്റ് സപ്ലൈ കൊടുക്കാതെ ഈ തൈറോസിലേക്ക് നമ്മൾ ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്താ സംഭവിക്കുന്നത്? ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമായ ഓട്ടോമാറ്റിക്കലി ജംഗ്ഷൻ J1 ഈസ് ഫോർവേഡ് ബയസ്. സിമിലർലി ജംഗ്ഷൻ J3 ഈസ് ഫോർവേഡ് ബയസ്. J2 എന്ത് സംഭവിച്ചു? J2 ഇൻ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ. അപ്പൊ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു കാരിയർ ഫ്ലോ സാധിക്കുമോ? ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഒരു കാരിയർ ഫ്ലോ പറ്റുമോ? ഇല്ല. നമുക്കറിയാം ഫോർവേഡ് ബയസ്ഡ് ജംഗ്ഷൻ ആണെങ്കിൽ മാത്രമാണ് അവിടെ ഒരു കരിയർ പാസേജ് പോസിബിൾ ആവത്തുള്ളൂ. അപ്പം J1 J3 കരിയറിനെ കടത്തിവിടാൻ വില്ലിംഗ് ആണ്, പക്ഷെ J2 ഈസ് നോട്ട് വില്ലിംഗ്. J2 എന്ന് പറയുന്ന ജംഗ്ഷന് അതിലൂടെ നമുക്ക് കരിയർ ഫ്ലോ പോസിബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് അതിലൂടെ ഒരു കണ്ടക്ഷൻ പോസിബിൾ അല്ല.
അപ്പൊ നമുക്ക് അതിലൂടെ കണ്ടക്ഷൻ പോസിബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് എന്ത്, നമ്മൾ എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള മെക്കാനിസം കൊടുത്തിട്ട് ഈ J2 എന്ന് പറയുന്ന ജംഗ്ഷനെ, റിവേഴ്സ് ബയസ്ഡ് ആയിട്ടിരിക്കുന്ന J2 എന്ന് പറയുന്ന ജംഗ്ഷനെ നമ്മൾ ഫോർവേഡ് ബയസ്ഡ് ആക്കും. ഫോർവേഡ് ബയസ് ആക്കാൻ നമുക്ക് പല പല ടെക്നിക്സ് യൂസ് ചെയ്യാം. നമുക്കറിയാം അഡീഷണൽ കരിയർ ആ ഡിപ്ലീഷൻ റീജിയനിലൊന്ന് വന്നാൽ മതി. അപ്പൊ അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ കൂട്ടി കൊടുത്താൽ, ടെമ്പറേച്ചർ കൊടുത്ത് എന്താണ്, സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അതിന്റെ റെസിസ്റ്റൻസ് കുറഞ്ഞ് കൂടുതൽ കരിയർ അവിടെ ജനറേറ്റ് ചെയ്തിട്ട് ആ ജംഗ്ഷനും കൂടെ വേണമെങ്കിൽ ഫോർവേഡ് ബയസ് ആക്കാം. ഇനി നമുക്ക് ലൈറ്റ് കൊടുത്തിട്ട് പർട്ടിക്കുലർ ഒരു റേഞ്ചിലുള്ള റേഡിയേഷനുള്ള ഫ്രീക്വൻസി അതിലേക്ക് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പാകത്തിന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജംഗ്ഷൻ J2 നെ നമുക്ക് ആ രീതിയിൽ ഓൺ ആക്കാൻ പറ്റും. ഇനി നോർമലി ഇതൊന്നും അല്ലാതെ നമുക്ക് എന്താണ്, ഈ ഗേറ്റ് G എന്ന് പറയുന്ന ഒരു ടെർമിനലിലൂടെ വെറുതെ ഇരിക്കുന്നുണ്ട്. ഈ ഗേറ്റ് എന്ന് പറയുന്ന ടെർമിനലിലേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് കരിയർ ഈ ഗേറ്റ് വഴി ജംഗ്ഷൻ J2 ലേക്ക് പാസ് ചെയ്ത് വിട്ടാലും മതി. അവിടെയുള്ള ഡിപ്ലീഷൻ റീജിയനെ നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഗേറ്റിന്റെ കറണ്ട് നമ്മൾ കൂട്ടി കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് എന്താണ്, കൂടുതൽ കറണ്ട് കൊടുത്താൽ കൂടുതൽ പെട്ടെന്ന് ജംഗ്ഷൻ J2 കണ്ടക്ടറിനെ അല്ലെങ്കിൽ കരിയറിനെ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് അല്ലെങ്കിൽ J1 ൽ നിന്ന് J3 ലേക്ക് കടത്തിവിടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഗേറ്റിലേക്ക് നമ്മൾ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് കരിയർ കൊടുത്തിട്ട് J2 എന്ന് പറയുന്ന ജംഗ്ഷനെ നമ്മൾ ഫോർവേഡ് ബയസ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗേറ്റ് വഴി നമ്മൾ സിസ്റ്റത്തിനെ ഓൺ ആക്കി എന്ന് പറയും. ഗേറ്റ് വഴി നമ്മൾ സിസ്റ്റത്തിനെ ഓൺ ആക്കിയ അതിനൊരു ടേം ഉണ്ട് കേട്ടോ, നമുക്ക് പിന്നെ പറയാം. ജസ്റ്റ് ആദ്യമേ ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആനോഡ് ടു കാഥോഡ് 3 ജംഗ്ഷൻ J1, J2 and J3. നോർമലി ആനോഡ് പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവ് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും J1 ഈസ് ഫോർവേഡ് ബയസ്, J3 ഈസ് ഫോർവേഡ് ബയസ്, J2 ഈസ് റിവേഴ്സ് ബയസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി നമുക്ക് പല രീതികളിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യണം. ഇനി ഈ പറഞ്ഞതുപോലെ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കാം, ലൈറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗേറ്റിൽ നമുക്ക് എക്സ്ട്രാ സപ്ലൈ കൊടുത്തിട്ട് ഗേറ്റ് കറണ്ട് കൊടുത്തിട്ട് ഇതിനെ ട്രിഗർ ചെയ്യാം, അല്ലെങ്കിൽ ജംഗ്ഷൻ J2 നെ ഫോർവേഡ് ബയസിലേക്ക് കൊണ്ടുവരാം. ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് ആനോഡിനും കാഥോഡിനും അക്രോസ് ഉള്ള വോൾട്ടേജ് കൂട്ടി കൂട്ടി കൊടുത്ത് ഈ റിവേഴ്സ് ബയസ് ജംഗ്ഷനെ വേണമെങ്കിൽ ബ്രേക്ക് ഡൗൺ സംഭവിപ്പിച്ച് അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ തൈറിസ്റ്റർ ഇതുപോലെ ഇരിക്കുന്ന സ്വിച്ച് ആനോഡ് ടു കാഥോഡ് നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ തൈറിസ്റ്റർ ഓൺ ആകുന്ന കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന മെത്തേഡിനെ എല്ലാം കൂടെ നമ്മൾ കളക്റ്റീവ്ലി ഒരു പേര് പറയും, ദാറ്റ് ഈസ് കോൾഡ് തൈറിസ്റ്റർ ടേൺ ഓൺ മെത്തേഡ്. തൈറിസ്റ്റർ ടേൺ ഓൺ മെത്തേഡ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഓരോ കേസുകളും നമ്മൾ വോൾട്ടേജ് കൊടുത്തിട്ടാണ് തൈറിസ്റ്റർ ഓൺ ആക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്. ഡെഫിനിഷൻ പറയാം കേട്ടോ, ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്, അതായത് ആനോഡ് ടു കാഥോഡ് സപ്ലൈയിൽ നമ്മൾ കൂടുതൽ വോൾട്ടേജ് കൊടുത്തിട്ട് ജംഗ്ഷൻ J2 നെ ബ്രേക്ക് ചെയ്ത് അവിടെ നമ്മൾ കറണ്ട് ഫ്ലോ ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്. ഇനി നമ്മൾ ഗേറ്റിൽ സപ്ലൈ കൊടുത്തിട്ട് ജംഗ്ഷൻ J2 നെ കണ്ടക്ഷൻ മോഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഗേറ്റ് ട്രിഗറിങ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ജംഗ്ഷൻ J2 ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് നമ്മൾ വേരിയേഷൻ വരുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ടെമ്പറേച്ചർ ട്രിഗറിങ്. ലൈറ്റ് കൊടുത്തിട്ടാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ലൈറ്റ് ട്രിഗറിങ് പറയും. അപ്പൊ അങ്ങനെ തൈറിസ്റ്റർ ഓൺ ആക്കുന്ന മെത്തേഡ്സിനാണ് നമ്മൾ ട്രിഗർ ചെയ്യാന്ന് പറയുന്നത്. ട്രിഗർ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഇമ്പൾസ് കൊടുത്തിട്ട് ഒരു സാധനത്തിന് ഒരു വേരിയേഷൻ ഉണ്ടാക്കുക. അപ്പം ഈ തൈറിസ്റ്റർ ടേൺ ഓൺ ചെയ്യുന്ന മെത്തേഡുകൾക്കെല്ലാം നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ട്രിഗറിങ്. അത് തന്നെ ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ജംഗ്ഷനെ കുറിച്ചും ആ ഡിവൈസസിനെ കുറിച്ചും കേൾക്കുന്നില്ലല്ലോ മിസ്. തൈറിസ്റ്ററിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് മിസ്സേ പറയണത് ക്ലിയർ ആവണില്ലല്ലോ. അപ്പൊ നമുക്ക് സാധാരണ പരീക്ഷയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ
കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം മാഡം, സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ സ്ക്രീൻ ഷെയർ ചെയ്തില്ല. ഷെയർ ചെയ്യാം. ഹലോ കാണാൻ പറ്റുന്നില്ലേ? ഇപ്പൊ കാണത്തില്ലേ? കാണുന്നുണ്ട് മാം. കാണാം. ഹലോ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം മാം. ഓക്കെ. അപ്പൊ ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കേട്ടോ. ക്ലിയർ അല്ല. ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, നിങ്ങൾ ഈ ഫിഗർ ഒന്ന് വരച്ചെടുക്കുവോ? ഹലോ, ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? ഫിഗർ കാണാം. കാണാം. ഓക്കെ നിങ്ങൾ ഫിഗർ വരയ്ക്കുക, അത് കഴിഞ്ഞ് ഞാൻ പറയാം. ഓക്കെ, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വരച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, വരച്ചു കഴിഞ്ഞാണോന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ബാക്കി എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അപ്പൊ ഈ ഫിഗറിനകത്ത് കാണുന്നത് പോലെ നമുക്ക് ഇതിന്റെ റീജിയൻ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാറ്റിക് VI ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ മെയിൻ ആയിട്ട് 3 റീജിയൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് ആൻഡ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്, ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. ഓക്കെ, നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾ വരച്ചെടുക്കാനുള്ളവര് സ്ക്രീൻ ഷോട്ട് എടുക്കുക കേട്ടോ, എന്നിട്ട് നമുക്ക് പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒത്തിരി സമയം പോകുമല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ 3 ജംഗ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു, J1, J2 ആൻഡ് J3. J1, J2 ആൻഡ് J3 ഓൺ ആണോ ഓഫ് ആണോ, ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ ആണോ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ ആണോ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റീജിയൻ ഓഫ് ഓപ്പറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഫോർവേഡ് ബ്ലോക്കിംഗ്, അതുപോലെ തന്നെ റിവേഴ്സ് ബ്ലോക്കിംഗ് ആൻഡ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയുന്ന റീജിയൻ ഓഫ് ഓപ്പറേഷൻ ആണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ചെറിയ സബ്ഹെഡിങ് ആയിട്ട് എഴുതുക, അതിന്റെ താഴെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് എഴുതുക. എന്നിട്ട് എന്താണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫോർവേഡ് ബ്ലോക്കിംഗ്, നമ്മൾ ആദ്യമേ ഞാൻ ഫിഗർ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, തൈറസിന് 3 ജംഗ്ഷൻസ് J1, J2 ആൻഡ് J3. ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആയിട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ജംഗ്ഷൻ J1 ആൻഡ് J3 ആ ഫോർവേഡ് ബയാസ്ഡ് എന്ന്. ഓക്കെ, നോട്ട് പറഞ്ഞു തരാം കേട്ടോ, ഒന്ന് കേട്ടിട്ട് ഞാൻ നോട്ട് പറയാം. J1, J3 ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനും J2 റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനുമാണ്. ഗേറ്റ് ടെർമിനലിലേക്ക് നമ്മൾ സപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു കറന്റ് ഫ്ലോ ഇല്ല. അപ്പൊ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസുകളും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സ്വിച്ചസും നമ്മൾ ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ നോർമലി അത് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കും. അപ്പൊ അതിനു മുന്നേ ഇപ്പൊ നമ്മൾ തൈറസ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഉള്ള പവർട്രോണിക് സ്വിച്ച് ആയിരുന്നു എന്തായാലും പവർ ഡയോഡ് അല്ലെ. പവർ ഡയോഡിൽ നമുക്കറിയാം പോസിറ്റീവ് ജംഗ്ഷനിൽ അല്ലെങ്കിൽ ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനാണ്, സ്വിച്ച് ഓൺ എന്ന് നമുക്ക് പറയാം. ഇവിടെ അതേ പവർട്രോണിക് ഡിവൈസ് ആണ്, പക്ഷെ ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും കൊടുത്തു എന്നതുകൊണ്ട് നമുക്ക് ആ സ്വിച്ചിനെ ഓർ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ആ സ്വിച്ച് നോർമലി
ഓൺ ആകേണ്ട കണ്ടീഷനാണ്, പക്ഷെ അതൊരു ബ്ലോക്ക് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ റീജിയൻ ഓഫ് ഓപ്പറേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്നത്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. അപ്പൊ ഈ ഫിഗറിനകത്ത് നോക്കുകയാണെങ്കിൽ 0 തൊട്ട് M വരെയുള്ള റീജിയനെയാണ് നമ്മൾ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ 0 തൊട്ട് M വരെയുള്ള റീജിയൻ കാണാം. 0 തൊട്ട് M വരെയുള്ള റീജിയനെയാണ് നമ്മൾ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു ചെറിയ കറണ്ട് ഉണ്ടാവും. ദാറ്റ് കറണ്ട് ഈസ് കോൾഡ് ഫോർവേഡ് ലീക്കേജ് കറണ്ട്. ഓരോന്നും നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് പറയാം കേട്ടോ. ജസ്റ്റ് കേൾക്കാം. ഫോർവേഡ് ബ്ലോക്കിംഗ് കറണ്ട് മോഡ് ആൻഡ് ഫോർവേഡ് ലീക്കേജ് കറണ്ട്. ഫോർവേഡ് ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേറ്റിലേക്ക് നമ്മൾ ട്രിഗറിംഗ് ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഗേറ്റ് കറണ്ട് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. IG is equal to 0. അപ്പം ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് ഹെഡിങ് എഴുതിയല്ലോ അല്ലെ? നിങ്ങൾ ഫിഗർ വരച്ചിട്ടുണ്ട്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് എഴുതുക. അതിന്റെ താഴെ ഈ പറയുന്ന നോട്ട്സ് ഒന്ന് നോട്ട് ചെയ്യാം. When anode is positive with respect to the cathode, when anode is positive with respect to the cathode, comma, with gate circuit open, thyristor is said to be forward bias. Thyristor is said to be forward bias. That is junctions J1 and J3, that is junctions J1 and J3 are forward bias, but junction J2 is reverse bias. And in this mode, അതായത് forward blocking mode അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. And in this mode, a small current called forward leakage current flows through the device. A small current called forward leakage current flows through the device. അപ്പൊ അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പണ്ടത്തെ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫോർവേഡ് ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഏത് കണ്ടീഷനിലാണ്? അപ്പൊ അത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലാണ്. ഓക്കെ, PSC അത് കണ്ടിട്ടില്ല കേട്ടോ. കുറച്ചും കൂടെ പഴയ, എനിക്ക് തോന്നുന്നു ഒരു പഴയ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്താണ്, ഇവൻ 98 മുന്നേ ഉള്ള ഏതോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ അത്. അപ്പൊ നമുക്ക് ഈ കണ്ടീഷനകത്ത് തൈറോയ്ഡ് ക്ലോസ് സ്വിച്ച് ആയിരിക്കും, ഓപ്പൺ സ്വിച്ച് ആയിരിക്കും? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ക്ലോസ് സ്വിച്ച് എന്ന് പറയാൻ പറ്റുമോ? ഓപ്പൺ സ്വിച്ച് ആയിരിക്കും. അപ്പൊ അതും കൂടെ നോട്ട് ചെയ്യാം. ഇൻ ദിസ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, thyristor can be treated as an open switch. Thyristor can be treated as an open switch. Okay. അപ്പോൾ നമ്മൾ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മൾ ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആയിട്ട് വെച്ചുകൊണ്ട് ജംഗ്ഷൻ J2ന്റെ ആ ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ റിവേഴ്സ് ബയസ്ഡ് ആയിട്ടിരിക്കുന്ന ആ ജംഗ്ഷനെ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ബ്രേക്ക് ഡൗൺ നടത്തും. നമ്മൾ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആണ് നടത്തുന്നത്. അവലാഞ്ച് ബ്രേക്ക് ഡൗൺ നടത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ട്രിഗറിംഗ് മെത്തേഡുകളാണ് നമ്മൾ ആദ്യം എന്ന് പറഞ്ഞത്. അങ്ങനെ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവിടെ ഒരു ആനോഡ് ടു കാഥോഡ് കറണ്ട് ഫ്ലോയ്ക്ക് ഒരു ഇൻക്രീസ് ഉണ്ടാവും. അങ്ങനെ ആനോഡ് ടു കാഥോഡ് കറണ്ട് ഫ്ലോയ്ക്ക് ഇൻക്രീസ് ഉണ്ടായിട്ട് ഈ തൈറിസ്റ്റർ ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ആ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. അപ്പൊ ഈ ഫിഗറിനകത്ത് നോക്കുവാണെങ്കിൽ N2K എന്ന് പറയുന്ന റീജിയൻ നമ്മൾ ആ ഫിഗറിനകത്ത് നോക്കുവാണെങ്കിൽ കറക്റ്റ് എന്ന് പറയാൻ, അതായത് നമ്മളൊരു ട്രിഗറിങ് കൊടുത്തു കഴിയുമ്പം എമ്മിലിരിക്കുന്ന കറണ്ട് പെട്ടെന്ന് ഒരു എന്ന് പറയുന്ന പോയിന്റിലേക്ക് വന്നിട്ട് അവിടുന്ന് റേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നും എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ഫിഗറിനകത്ത് മാർക്ക് ചെയ്ത പോയിന്റുകളുണ്ട്. ലാച്ചിങ് കറണ്ട്, ഹോൾഡിംഗ് കറണ്ട്, ഓരോന്നിന്റെ ഡെഫിനിഷൻ പറയാം. എനിവേ N2K എന്ന് പറയുന്ന റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് എന്ന് പറയുന്നത്. ഈ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ തൈറിസ്റ്റർ എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യാം? ഓൾമോസ്റ്റ് ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്താണ്? അതായത് ചെറിയ വോൾട്ടേജ് കൊടുക്കുന്നു, ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. സീറോയിലേക്ക് നോക്കിയാൽ അറിയാം. വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ആദ്യമേ നമ്മൾ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലാണെങ്കിൽ 0 തൊട്ടിട്ട് VBO വരെ അപ്ലൈ ചെയ്തു അല്ലെ? വലിയ വാല്യൂ വോൾട്ടേജ് എക്സ് ആക്സിൽ ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. പക്ഷെ അവിടെ നമുക്ക് കറണ്ടിന് വലിയ ഇൻക്രീസ് ഇല്ല. അതേസമയം നമ്മൾ ഈ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓൺ സ്റ്റേറ്റിലേക്ക് ഡിവൈസ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി?
ചെറിയ വോൾട്ടേജേ ഉള്ളൂ, സീറോയുടെ അടുത്തൊരു വോൾട്ടേജേ ഉള്ളൂ. പക്ഷെ എന്താണ് ഇതിന്റെ കണ്ടക്ഷൻ റേഞ്ച് അല്ലെങ്കിൽ ആ വാല്യൂസ് എന്താണ് വലിയൊരു റേഞ്ചിലേക്ക് ഇൻക്രീസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് വളരെ ഈസി